അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ് അല്ലേ. സക്സസ്ഫുള്ളി ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഞാൻ എന്ത് ഹാപ്പിയാണെന്ന് അറിയോ. കാരണം എന്താ അറിയോ, എനിക്ക് റിസൾട്ട് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് 84.65 ആയിരുന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ വെയിറ്റ്, അതായത് 8ാമത്തെ ദിവസത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 82.75 ആണ്. ഒരു 2 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അത് വാട്ടർ വെയിറ്റ് ആണെന്ന്. ഇപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ ഇത്രയും സ്പീഡിൽ വെയിറ്റ് കുറയണം എന്നില്ല. അങ്ങനെ കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കാൻ പാടില്ല, ബിക്കോസ് അതൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ആവുകയില്ല കേട്ടോ. വീക്കിലി ഒരു കിലോ ഒക്കെ മാക്സിമം കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ചിലപ്പോൾ ചിലർക്ക് എന്നേക്കാൾ വെയിറ്റ് കൂടുതലായിട്ട് കുറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ വെയിറ്റ് തീരെയും കുറയാത്ത ആൾക്കാരുണ്ടാവാം. അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു വെയിങ് സ്കെയിലിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മുടെ മോട്ടീവ് എന്താ, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ, അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് മാറണം അല്ലേ. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വെയിറ്റിംഗ് സ്കെയിൽ കയറി നിൽക്കുമ്പോൾ വെയിറ്റ് കുറയുകയോ കൂടുകയോ വാട്ടെവർ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, പക്ഷെ അത് ഹെൽത്തി ആയിട്ട് മതി. ഈ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്കൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഒരുപാട് ബോണസ് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുന്നൊരു ബോണസ് മാത്രമാണ് കേട്ടോ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന്, അതായത് 7 ദിവസമായിട്ടേ ഉള്ളൂ, എന്നാലും 7 ദിവസം എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ജേണി മുന്നോട്ട് പോകാൻ, എന്നോടൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. പിന്നെ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത കാര്യങ്ങൾ. ഇന്ന് 8 ദിവസമായിട്ടേ ഉള്ളൂ ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. ഈ 30 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതൊരു നമ്പർ മാത്രമാണ്. നമ്മൾ ഓരോ ദിവസവും ചലഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുമോ? ഇല്ലല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റൂ. നിർത്തുമില്ലല്ലോ അല്ലേ, കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും കണ്ടിന്യൂ ചെയ്യാനുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളുക. അപ്പോൾ കുറച്ചും കൂടി ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെന്താണെന്നാണ് കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. അത് ഹിറ്റ്ലറിൻ്റെ കൈൻഡ് ഓഫ് നിയമങ്ങളൊന്നും അല്ല കേട്ടോ. കുഞ്ഞി നിയമങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാൾ, അതായത് ഈ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കമൻസിൽ എന്നോട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള കുറച്ച് ഉത്തരങ്ങളാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമതായിട്ട്, ഇങ്ങനെയുള്ള ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നാലാമത്തത്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടമൊന്നുമില്ല. ഈ 4 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്നാ ബാ. എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് ആര്യ എന്നാണ്. ഒരു 98 കിലോ ഉള്ളപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആരംഭിച്ചുകൂടായിരുന്നു. പക്ഷേ 1-2 ദിവസമൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തോൽവിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ബോഡി വീക്കാവും, അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരാൾ വെയിറ്റ് കുറച്ചത് കണ്ടിട്ടോ ഒക്കെ മോട്ടിവേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ചിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അല്ലേ. ആ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരാഴ്ച കടിച്ച് പിടിച്ച് ഒരു പ്രത്യേക തരം ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് ഒരു 500-600 അല്ലെങ്കിൽ മാക്സിമം ഒരു 1 കിലോ കുറച്ചു എന്ന് വിചാരിക്കും. ആ 1 കിലോ കുറച്ച സന്തോഷത്തിൽ പിറ്റേ ആഴ്ച ഒരു ഇച്ചിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിങ് സ്കെയിലിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞെട്ടിപ്പോവും സുഹൃത്തുക്കളെ, ഞെട്ടിപ്പോവും. വെയിറ്റ് കുത്തനെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്ത് വിധി ഇത്, സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി എന്നുള്ള അവസ്ഥയിലായിരിക്കും അപ്പോൾ തോന്നിയിട്ടുണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പണി എനിക്ക് നടക്കില്ല. 98 കിലോ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം, 98 കിലോ ഉള്ള ആൾക്കാർ ഇവിടെ ജീവിക്കണ്ടേ, 100 ആയിട്ടില്ലല്ലോ. പിന്നെ അടുത്തത് വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, മെലിഞ്ഞിരിക്കുന്നത് മാത്രമാണോ സൗന്ദര്യം,
അങ്ങനെ പറഞ്ഞവനെ വിളിച്ചുകൊണ്ട് വാ. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എക്സ്ക്യൂസസ് ആണ് കേട്ടോ. ആക്ച്വലി നമ്മളൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് നന്നാവാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് സമ്മതിക്കൂല ആര്? നമ്മൾ തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു കേട്ടോ. എന്താണ് പ്രശ്നം? ശരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് കൂടുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചു. ഒരു 2-3 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഒരു ഏകദേശ ധാരണയൊക്കെ ആയി. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ലോസ് ജേണിയിലേക്ക് ഇറങ്ങി. ഇത്തവണ അടിച്ചു മോനെ അടിച്ചു. ഒരു 3-3.5 മാസം കൊണ്ട് 14 കിലോ കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്നെ സഹായിച്ച ഒരു 4 ഹാബിറ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഞാൻ 14 കിലോ കുറച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലേ സുഹൃത്തുക്കളെ ഞാൻ ആ കഷ്ടപ്പെട്ടൊരു വർക്കൗട്ട് വീഡിയോ ഇട്ടത്? എന്നിട്ട് ആരെങ്കിലും അത് കാണാറുണ്ടോ? എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് മാത്രം മിച്ചം അല്ലേ? എന്തുമാത്രം കിതച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന് അറിയാവോ? അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ, അതായത് ഒരു വർക്കൗട്ട് ഞാൻ ഏതൊക്കെയാണ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആ കിതച്ചാണ് ഞാൻ പറയണത്. അത് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇതേ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, അത് കാണണം. പിന്നെ എന്നോട് പറഞ്ഞ ആൾക്കാർ ഉറപ്പായിട്ടും അത് ചെയ്തോണം കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചലഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നോ ഷുഗർ ഫോർ 30 days. ഷുഗർ ഒഴിവാക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഷുഗർ ഒഴിവാക്കണം. പക്ഷെ പെട്ടെന്നത് പറ്റില്ലാത്തവരാണെങ്കിൽ മാത്രം ഷുഗറിൻ്റെ അളവ് കുറച്ച് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അല്ലാത്തവർ ഇതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കരുത്. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി നോക്കൂ. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ അത്താഴം കഴിക്കുക. ഒരു 7 മണിക്കെങ്കിലും നമ്മുടെ അത്താഴം കഴിച്ച് നിർത്തണം. അത് പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും നടന്നു എന്ന് വരില്ല. ഒരുപാട് പേര് കമൻസിലും പറഞ്ഞു കേട്ടു ഒരു 9 മണി 10 മണി ആകുമ്പോഴത്തേക്കും വിശക്കുകയാണെന്ന്. അപ്പം ഈ ഒരു 11 മണിക്ക് ശീലിക്കുന്ന ആൾക്കാർ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. 10 മണിക്ക് കഴിച്ച് ശീലിക്കുക, പിന്നെ അത് 9 മണി, അങ്ങനെ കുറേശ്ശെ ഓരോ മണിക്കൂർ കൂട്ടി അത് 7 മണി വരെ ആക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? കാലറി ഡെഫിസിറ്റ് ഡയറ്റ്. നമുക്ക് വെയിറ്റ് കുറയണമല്ലോ, അപ്പോൾ നമ്മുടെ കാലറി ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കാലറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ കാലറി ലെസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും. പട്ടിണി കിടക്കാൻ പാടില്ല കേട്ടോ. പട്ടിണി കിടന്നുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇരട്ടി കൂടി വരും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്, ചില ദിവസം ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതെനിക്ക് തീരെ വിശക്കാത്ത ദിവസങ്ങളിലാണ്. വിശപ്പില്ല എന്ന് വിചാരിച്ച് അടിച്ചേൽപ്പിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിശപ്പില്ലാത്ത ദിവസം ഞാൻ തീരെ കഴിക്കാറില്ല. അതാണ്. അപ്പം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ എക്സസൈസ് ചെയ്യുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയവും നമ്മുടെ ബോഡി ഭയങ്കര ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ. ചില സമയത്ത് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് തോന്നും. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഈ ഒരു മെൻസ്ട്രൽ ടൈമിലൊക്കെ ഭയങ്കര ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാം. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബോഡി പറയുന്നതേ കേൾക്കാവുള്ളൂ. അതും എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബോഡീനെ നമ്മൾ സ്ട്രെസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇടാൻ പാടില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ മടിയും ക്ഷീണവും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോയത്. ഇതൊരു എക്സ്ക്യൂസായിട്ട് എടുത്ത് മടി പിടിച്ചിരിക്കുമ്പോൾ അയ്യോ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുന്നത് അത് വേറെ കാര്യമാണ്. അപ്പോൾ മടിയും ക്ഷീണവും തമ്മിൽ മാറിപ്പോയത്. ക്ഷീണമാണെങ്കിൽ മാത്രം എക്സസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്ക് ആണ് കേട്ടോ. അപ്പം 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് നമ്മൾ വെള്ളം കുടിക്കണം. പെട്ടെന്ന് അത് പറ്റിയെന്ന് വരില്ല. ഛർദ്ദിക്കാൻ വരവും കാര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആ വാട്ടർ ഇൻടേക്കും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഫൈനലി ആറാമത്തെ കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ സ്കിൻ കെയർ ആണ്. അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തെറാപ്പി പോലെയാണ് ആക്ച്വലി. നമുക്ക് മൈൻഡിന് ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും, ഒരു റിലീഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഒന്ന് ഹെൽത്തി ആൻഡ് ഗ്ലോയി ആവാനും നമുക്ക് സഹായിക്കും. അപ്പോൾ 2 ബോണസ് ആണല്ലോ. അപ്പോൾ സ്കിൻ കെയറും കൂടി നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും കേട്ടിട്ട് ഈ പുതിയ ആൾക്കാർക്ക് എന്ത് തോന്നുന്നു? വലിയ കട്ടിയായിട്ടുള്ള റൂൾസ് ഒന്നും അല്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഫീലിംഗ് ഇപ്പം ഹാപ്പിനെസ്സാണ്. ഇത്രയും പേര് കൂടുക, അവർക്കൊക്കെ റിസൾട്ട് കിട്ടുക, അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ
ഇതൊരു ഭയങ്കര ചലഞ്ച് തന്നെയാണ് കേട്ടോ എനിക്ക്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയാമല്ലോ. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ഇന്നലെ എനിക്ക് ആരൊക്കെയോ കമൻസിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഇന്നലെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ബിരിയാണി കഴിച്ചു പോയി എന്നൊക്കെ. എനിക്കും ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അവിടെ ഒന്നും പോണില്ല. ചലഞ്ച് ചലഞ്ച് അല്ലേ, ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യുകയാണ്, അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട്. സോ ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എനിക്കത് ചീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ചലഞ്ചാണ് കേട്ടോ. ഷുഗർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ജനുവരി 1-നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസംബർ 31 തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഡിസംബർ 31 നിങ്ങൾക്കറിയാമല്ലോ, അതൊരു ന്യൂ ഇയർ നൈറ്റാണ്. അപ്പോൾ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ എവിടുന്നാന്ന് അറിയത്തില്ല എന്തുമാത്രം പേസ്ട്രിയും എന്തുമാത്രം സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ കിട്ടിയെന്നറിയാവോ. അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടില്ല കേട്ടില്ല, ഞാൻ ഈ വീട്ടിലേ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ക്രേവിങ്സൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്കാണ് തരേണ്ടത് കേട്ടോ. എനിക്കാണ്. ആർക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ടോ. പിന്നെ ഈ 1 വീക്കിൽ ഞാൻ ഒരു ചീറ്റിങ്ങും ചെയ്തിട്ടില്ല. അതായത് ഷുഗറിൻ്റെ കാര്യത്തിലായാലും ഒരു കാര്യത്തിലും ഞാൻ ഒരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എക്സസൈസിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബോഡി ഇടയ്ക്ക് ടയേർഡ് ആകുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, അത് നിങ്ങൾക്കാണെങ്കിലും ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം മടി തമ്മിൽ മാറി പോകരുത് കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് കുറച്ച് എനർജി ഫീൽ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഷുഗർ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തല്ലോ, അതുകൊണ്ടും എനർജി ഫീൽ ചെയ്യാം. പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പോൾ ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് മുന്നേ, അപ്പോൾ അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കുറേ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വാട്ടർ ഇൻടേക്ക് കുറച്ചുകൂടി കൂട്ടി, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഒന്നുകൂടി ഒന്ന് എനർജൈസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ മുഖത്താണെങ്കിലും ശരീരത്തിനാണെങ്കിലും സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് വാട്ടർ ഇൻടേക്ക് കൂടിയതുകൊണ്ടും പിന്നെ കറക്റ്റായിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, കറക്റ്റായിട്ട് നമ്മളൊരു ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം കിട്ടാനുണ്ട് കേട്ടോ. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റും, ഇതെന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനെ ഒരു സാധനം വരാനുണ്ട്. എൻ്റെ മോനെ ഭയങ്കര ഗൂസ് ബംസാണ് അത് ഓരോ ദിവസം അത് കിട്ടുമ്പോൾ. അപ്പോൾ അത് അടുത്ത ദിവസത്തിലേക്കുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് അതാണ്. ഇന്ന് എനിക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ഓക്കെ, അപ്പം നാളെ എനിക്ക് പറ്റും, അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതൊരു ഫീലിംഗ് ആണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ കിച്ചണിന്നും എൻ്റെ ലിവിങ് റൂമിൽ നിന്നും ബെഡ്റൂമിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് കയറണം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. വെറും 5 സ്റ്റെപ്പ് ഇറങ്ങാനുള്ളൂ. അപ്പോൾ ഈ ഒരു 98 ഒരു 90 സമയങ്ങളിലൊന്നും എനിക്ക് സത്യം പറയുകയാണ്, ഇതൊട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, സത്യം പറയുകയാണ്, ഞാൻ ഒരു കൈ കുത്തിയിട്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒരു കൈ കുത്തി അങ്ങനെ ഞാൻ കയറിയ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ, ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള നടുവേദന. എനിക്ക് കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കൊച്ച് നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ സമയത്ത് പോലും എനിക്കൊന്ന് നടുവിനൊരു സപ്പോർട്ട് കൊടുക്കാതെ അവനെ ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ അവനെ ആരെങ്കിലും എടുത്ത് തന്നാലേ എനിക്ക് അവനെ ഒക്കത്തെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ സത്യമായ കാര്യമാണ്. ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയും, അവനെ എനിക്ക് ഒക്കത്തെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും അവനെ പൊക്കി തരേണ്ട ഒരു അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു അമ്മ എന്നുള്ള നിലയിൽ എനിക്കതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്യുന്ന എക്സസൈസിൻ്റെയും ഡയറ്റിൻ്റെയും ഒക്കെ പരിണിത ഫലമായിട്ട് എനിക്ക് ഞാനിവിടെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാം. ഒരു വേദനയും ഇല്ലാതെ ഇങ്ങനെ നടുകൊണ്ട് വളഞ്ഞ് എൻ്റെ കാലിൻ്റെ അവിടെ തല മുട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഒരു വേദനയും ഇല്ലാതായപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയാനും തോന്നി. അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് അതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്തതല്ല. ഈ ഒരു എക്സസൈസും ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോഴാണ് എനിക്കിതൊക്കെ സാധിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇഫ് ഐ ക്യാൻ ദെൻ യു ഗൈസ് ഓൾസോ ക്യാൻ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്കത് കൂടുതൽ റിലേറ്റ് ആവുന്നത് കൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1-2 പേര്, ചേച്ചിയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. എൻ്റെ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. വളരെ വലിയൊരാളാണ് ഞാൻ. ഹൈറ്റ് കാരണം എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, 152 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ചിലർ എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വയസ്സ് ചോദിക്കാമോ?
ചോദിക്കാമോ? പക്ഷേ എനിക്ക് വയസ്സ് പറയുന്നതിന് ഒരു മടിയില്ല. ഞാൻ എൻ്റെ സ്വീറ്റ് 30സിലാണ് കുട്ടികളെ. 30 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ. അല്ല, 30 വയസ്സുള്ളവരെ പെൺകുട്ടി എന്ന് പറയില്ലല്ലോ അല്ലേ? 30 വയസ്സുള്ളൊരു യുവതിയാണ് ഞാൻ. യെസ്. പിന്നെന്താ? പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഭക്ഷണം വല്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ആരോടാണ് ഈ ചോദിക്കുന്നത്? സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞുതരാം കേട്ടോ. സ്ട്രെസ്സ് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ്സ് വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് വായിൽ കൂടെ ശ്വാസം വിടാൻ ശ്രമിക്കുക. അതൊരു 10 തവണയൊക്കെ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പാണ്, നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറച്ചൊന്ന് റിലീഫായിട്ടുണ്ടാവും. എന്നിട്ടും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈപ്പ് തുറന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് കഴുകാൻ ശ്രമിക്കുക കേട്ടോ. അത് ഒരുപാട് തവണ ചെയ്യേണ്ട, ഒരു 3-4 വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് കഴുകുക. അപ്പോഴും നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും, ഇവിടെയൊക്കെ ഒരു തണുപ്പ് ചെല്ലുന്നൊരു ഫീൽ. അത് കുറേയൊക്കെ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി മൂന്നാമത് പറയുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. സ്ട്രെസ്സ് വരുന്ന സമയത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓടിപ്പോയിട്ട് മറ്റേ വെയിറ്റ് എടുത്ത് പൊക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ബോഡി ഒന്ന് മൂവ് ചെയ്യുക. നല്ല സ്പീഡിൽ നടക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ട്രസ്റ്റ് മീ ഗൈസ്, അത് ഭയങ്കര എഫക്റ്റീവാണ്. എനിക്കൊരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ സ്ട്രെസ്സ് അലിഞ്ഞില്ലാതാവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനും പറ്റും. ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ദേഷ്യമായിരിക്കും, വാട്ടെവർ എന്ത് കാരണം ആയിക്കോട്ടെ, ആ സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ഈ സ്ട്രെസ്സൊക്കെ ഇതിലേ പോയിന്ന് പോലും നമുക്കറിയില്ല. അത് നമുക്കും കൂടെ ഗുണമുള്ള കാര്യമാണല്ലോ. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് കുറയ്ക്കാൻ എന്താ ചെയ്യാന്നുള്ളത്. എനിക്കറിയുന്ന ഒരു റെമഡി എന്ന് പറയുന്നത്, നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി നമ്മളൊന്ന് ഫ്രഷായ ഫീലിംഗ് ആണല്ലോ. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ പോയിട്ടൊന്ന് ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് നൈറ്റിൽ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ഫീലിംഗ് വന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് വിശക്കത്തൊന്നുമില്ല. ഓക്കെ, റെഡി ടു സ്ലീപ്പ് എന്നുള്ളൊരു മട്ടും ഭാവമൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് അങ്ങനെ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ചാനൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ ലേറ്റ് നൈറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ എന്ത് എക്സസൈസാണ് ചെയ്യുന്നതെന്ന് കൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് കാർഡിയോ പ്ലസ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഓൾറെഡി വർക്കൗട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ ഡംബൽ എടുക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ. അപ്പോൾ അത് കാണാത്തവരത് കാണുക. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട്, വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ഡെയിലി ഇടുന്നതുകൊണ്ട്, നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നത് കൊണ്ടും കുറേയൊക്കെ നിങ്ങളെനിക്ക് എൻ്റെ ഉള്ളിലേക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പേര് പറയുകയാണെങ്കിൽ എന്താ പറയുക, വിദ്യ, രജനി, വിജിത, മെയ്ഫ്ലവർ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ജീന, അഞ്ജു, പിന്നെ ഫ്രീ ബേർഡ് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടോ മനസ്സിൽ വിചാരിക്കണേ. പിന്നെ കാശിനാഥ്, പിന്നെ ശിവകുമാർ ശിവൻ എന്ന് പറഞ്ഞിട്ട് ആൾ ഹോസ്പിറ്റലായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ റാബിയ, പിന്നെ സുമയ്യ, സിനി, സോഫിയ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും പേര് എനിക്ക് കുറേയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട്, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ വെയിറ്റ് ലോസ് ജേണിയിലുള്ള എല്ലാവർക്കും തുടർന്ന് ഇതുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ പേരുകളും ഉണ്ട്. സോ അത്രയേ ഉള്ളൂ. കമൻസിനുള്ള റിപ്ലൈ ഏകദേശമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ 4ാമത്തെ കാര്യത്തിലേക്ക് പോയാലോ. ഇങ്ങനെയുള്ള ചലഞ്ച് വീഡിയോസ് അല്ല, ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഗുണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടാണ് പോണത് അല്ലേ. ചലഞ്ച് ചെയ്യുന്ന ഒരാൾ കാണിച്ചു തരുന്ന ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആളുടെ കാര്യങ്ങൾ കണ്ടിട്ട് റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓഫ് കോഴ്സ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള ചലഞ്ച് വീഡിയോസിലൂടെ അത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് കമൻസിൽ ഒന്ന് റെസ്പോൺസ് ചെയ്യാൻ പറയുന്നത്, അത് വായിക്കുന്ന ആൾക്കാർക്കും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് ഒരു ബെനിഫിറ്റാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓരോ ദിവസവും ചലഞ്ചാണ് അല്ലേ.
ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ഡയറ്റ്, ഇന്നത്തെ എക്സസൈസ്, ഇന്നത്തെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് സൂപ്പറായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് എ തെറാപ്പി. നമ്മൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇതെനിക്ക് പറ്റും, ഇതെനിക്ക് സാധിക്കുന്നുണ്ട്, ഇതൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അത് ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് മൈൻഡ് കുറച്ചും കൂടി നമ്മളെ ബ്രോഡായിട്ട് എന്താ പറയുക, ഒരു റിലാക്സ്ഡ് ഫീലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ വെയ്റ്റ് ലോസ് ചലഞ്ച്, അത് എന്ത് ചലഞ്ചും ആയിക്കോട്ടെ, വെയ്റ്റ് ലോസ് ചലഞ്ച് എന്ന് മാത്രമല്ല, നമ്മൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്ത് ചലഞ്ചും ഫേസ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം ഇങ്ങനെയുള്ള ചലഞ്ചുകൾ നിങ്ങളുടെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി ആർജവത്തോടെ, എനർജിയോട് കൂടി നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള എല്ലാ എനർജിയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ താല്പര്യമുള്ളവർ പോരൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.